അത്യാവശ്യം നല്ല ഫ്യൂച്ചർ ഗ്രോത്ത് ഓഫർ ചെയ്യുന്ന, അത്യാവശ്യം നല്ല പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഓഫർ ചെയ്യുന്ന, ഒരുപാട് അലവൻസുകളും ബെനിഫിറ്റ്സും ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ റെയിൽവേയുടെ സെക്ഷൻ കൺട്രോളറുടെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. നമുക്ക് ഫ്യൂ ഡേയ്സ് ബാക്കാണ് അത് വന്നത്. എൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഗസ്റ്റ് 14 വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ സൈഡിൽ നിന്നുള്ള റെയിൽവേയുടെ കലണ്ടർ അനുസരിച്ചുള്ള മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് ഈ വർഷത്തെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ LP ആയിരുന്നു, രണ്ടാമത്തെ ടെക്നീഷ്യൻ ആയിരുന്നു, ഇപ്പോൾ മൂന്നാമത്തതാണ് നമ്മുടെ സെക്ഷൻ കൺട്രോളർ. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ വരാനുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NTPC നോട്ടിഫിക്കേഷൻസ് വരും, ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് D എക്സാംസും ഐസൊലേറ്റഡ് കാറ്റഗറി അങ്ങനെയൊക്കെയുള്ള എക്സാംസ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വരാൻ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കൺട്രോളറുടെ എക്സാംസിലേക്ക് വരുമ്പം നമ്മളതിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തവർ നിങ്ങൾക്ക് ഈ ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്, എന്താണ് ഒരു സെക്ഷൻ കൺട്രോളർ ജോബ് പ്രൊഫൈൽ എന്നുള്ളത്. ഇനി അടുത്ത നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതും കുറേ പേരെങ്കിലും ചോദിച്ചത് ഒരു കാര്യമാണ്, ഇതിൻ്റെ സാലറി സ്കെയിൽ എങ്ങനെയാണ് വരുന്നത്, ഈ സെക്ഷൻ കൺട്രോളുടെ സാലറി സ്കെയിൽ എന്താണ്, അലവൻസുകൾ എങ്ങനെയാണ് എന്ന് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു സെക്ഷൻ കൺട്രോളറുടെ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ, നമ്മുടെ പേ ലെവൽ 6 വരുന്ന നമ്മുടെ NTPC എക്സാംസിൽ ഏറ്റവും നല്ല പോസ്റ്റായ സ്റ്റേഷൻ മാസ്റ്ററുടെ അതേ സെയിം റാങ്കിൽ വരുന്നൊരു പോസ്റ്റാണ് ഈ സെക്ഷൻ കൺട്രോളറുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും ഡിവിഷണൽ കൺട്രോൾ ഓഫീസിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ സെക്ഷൻ കൺട്രോളറുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സാലറിയും അലവൻസുകളൊക്കെ വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ സെക്ഷൻ കൺട്രോളിലേക്ക് വരുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. അത് മറന്നു പോകരുത്. ഓഗസ്റ്റ് 14 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മറക്കരുത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സെയിം സിലബസ് ആണ് റെയിൽവേയുടെ ബാക്കി എക്സാംസ് നടക്കുന്നത്. സോ ഉറപ്പായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് വരാതിരിക്കുന്ന എക്സാംസിൽ. ഇനി നമ്മുടെ ഈ ഒരു സെക്ഷൻ കൺട്രോളിൻ്റെ പേ സ്കെയിലേക്ക് വരുമ്പം നമ്മുടെ 7th സെൻട്രൽ പേ കമ്മീഷൻ വെച്ച് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഒരു കറന്റ് സാലറി എന്ന് പറഞ്ഞാൽ ഈ പേ സ്കെയിൽ അല്ലെങ്കിൽ പേ ലെവൽ എന്ന് പറയുന്നത് 35,400 റുപ്പീസ് പെർ മന്ത് ആണ് ഇതിൻ്റെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഇത് തന്നെയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ ബേസിക് പേ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അലവൻസുകൾ വേറെ ഒന്നും ആഡ് ആവാതുള്ള ബേസിക് സാലറിയാണ് ഇതെന്ന് പറയുന്നത്. ഇതിലേക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നത്. അങ്ങനെ അലവൻസുകളും കാര്യങ്ങളെല്ലാം ആഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാലറി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 56,000 to 68,000 പെർ മന്ത് എന്നൊരു രീതിയിലേക്ക്, അതിൽ ബാക്കിയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചൊക്കെ പോയതിന് ശേഷം നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലേക്കായിരിക്കും സെക്ഷൻ കൺട്രോളിൻ്റെ ഒരു ഇൻഹാൻസ് സാലറി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്താ ഈ ഒരു വേരിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വേരിയേഷൻ വരും. എന്തുകൊണ്ട്, പല സിറ്റീസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വേരിയേഷൻ ഉണ്ട്. XYZ കാറ്റഗറി. അതേപോലെ പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നൈറ്റ് ഷിഫ്റ്റുകൾ. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് നേരത്തെ ജോബ് പ്രൊഫൈലിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഒരുപാട് നൈറ്റ് ഷിഫ്റ്റ് വന്നിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് അവിടെ പേ കുറച്ചുകൂടി കൂടുതൽ വരും. അപ്പോൾ ആ മന്തുകളിൽ അവിടെ സാലറി കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സാണ് ആക്ച്വലി എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ ഓവറോൾ സാലറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ഓവറോൾ നമ്മൾ സാലറി എടുത്ത് വരുമ്പം ഒരു 70,000 മുകളിലേക്കായിരിക്കും പോകുന്ന ഗ്രോസ് പേ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം ബാക്കി ഒരു ഡിഡക്ഷൻസ് വരും, അറൗണ്ട് ഒരു 5,000 to 6,000 7,000 വരുന്ന കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഇൻഹാൻസ് സാലറി ഏകദേശം എത്ര വരുന്നത്, ഈ ഒരു 56,000 മാക്സിമം ഒരു 68,000 ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു സാലറി എത്തുന്നത്. അപ്പോൾ എന്തൊക്കെ അലവൻസുകളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന അലവൻസുകൾ തന്നെയാണ്. നമ്മുടെ ബാക്കിയുള്ള എക്സാംസിനൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള പോസ്റ്റിലൊക്കെ വരുന്ന ഒരു അലവൻസുകളാണിത്. നമ്മുടെ ബിയോണ്ട് ബേസിക് പേ സെക്ഷൻ കൺട്രോളിന് ടൈം ടു ടൈം ബെനിഫിറ്റ് പാക്കേജസും ബാക്കിയുള്ള അലവൻസും കോമ്പൻസേഷൻസും ലോങ് ടേം സെക്യൂരിറ്റിയും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് അലവൻസുകളിലേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡിയറൻസ് അലവൻസ്, നമ്മുടെ ഈ ടൈം ടു ടൈം വരുന്ന ഇൻഫ്ലേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന റിലീഫായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത്. എ സിഗ്നിഫിക്കൻറ്റ് മന്ത്ലി സപ്ലിമെന്റ് അഡ്ജസ്റ്റഡ് പീരിയോഡിക്കലി ബേസ്ഡ് ഓൺ കറന്റ് ഗവൺമെന്റ് ഇൻഫ്ലേഷൻ റേറ്റ്. ആ ഇൻഫ്ലേഷൻ റേറ്റിനനുസരിച്ച് അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അലവൻസ് ആണ് നിങ്ങൾക്കറിയാം അത്യാവശ്യം ഇതിൻ്റെ സാലറിയുടെ ഒരു നല്ലൊരു പെർസെൻറ്റേജ് വരും. അത് ടൈം ടു ടൈം കൂടിക്കൊണ്ടിരിക്കും. ഇത് കൂടാതെ പിന്നെന്ത് വരും, നമ്മുടെ ഈ പറഞ്ഞ HRA വരും. അപ്പോൾ HRA വരുമ്പോൾ ഹൗസ് റെന്റ് അലവൻസ് വരുമ്പോൾ അത് യൂഷ്വലി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സിറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസിൻ്റെ ബേസിസിലായിരിക്കും അത് വരുന്നത്. അതിൻ്റെ പെർസെൻറ്റേജും നല്ലപോലെ വേരി ചെയ്യും. ഇപ്പോൾ 8 to 24% അതിൻ്റെ ഇടയ്ക്കായിരിക്കും അത് വേരി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് സാലറിയിൽ ഒരു വേരിയേഷൻ വരുന്നത്.
പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്കറിയാം മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ ബെനിഫിറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മെഡിക്കൽ കവറേജ് വരുന്നത് ഈ പറഞ്ഞ സെൽഫും വരും, അതുപോലെ ആ ആളുടെ ഫാമിലിക്കും വരും. പ്ലസ് ഈ പറഞ്ഞ പോലെ പെൻഷൻ ബെനിഫിറ്റ്സ് വരുന്നുണ്ട് നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ അണ്ടറിൽ. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ പാസസ് വരുന്നുണ്ട്, കൺസെഷൻ, അതേപോലെ തന്നെ ഫ്രീ റെയിൽവേ ട്രാവൽ പാസ് ഫോർ സെൽഫ് ആൻഡ് എലിജിബിൾ ഫാമിലി മെമ്പർ. അപ്പോൾ അങ്ങനെയുള്ള അലവൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അലവൻസ് നമ്മൾ റെയിൽവേയിൽ വരുന്ന മൊത്തം അലവൻസിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. സെക്ഷൻ കൺട്രോൾ എന്നല്ല, റെയിൽവേ പോസ്റ്റിൽ തന്നെ വരുന്ന നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അലവൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലറി എന്താണെന്ന് നമ്മൾ കണ്ടു, ബേസിക് പേ ആൻഡ് നമ്മുടെ ഗ്രോസ് ആൻഡ് ഇൻഹാൻസ് സാലറി എന്താണെന്നുള്ളത്, അതുപോലെ അലവൻസുകൾ എന്തൊക്കെ ചേർന്നിട്ടാണ് ആ ഗ്രോസ് സാലറിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജോലി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പ്രൊമോഷൻസ് അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത്, നമ്മൾ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുമ്പം ഒരു എൻട്രി ലെവൽ നമ്മൾ പേ ലെവൽ 6 വരുന്ന നമ്മുടെ സെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ നമുക്ക് ആ ഒരു ഗ്രോത്ത് വരുന്ന ഒരു മിഡ് ലെവൽ ഗ്രോത്ത് എന്ന് പറയുന്ന ചീഫ് കൺട്രോൾ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഒരു മിഡ് ലെവൽ ഗ്രോത്ത് വരുന്നത്, ലെവൽ 7, 8 കാറ്റഗറിയിലൊക്കെ വരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക മാക്സിമം സീനിയർ പോസ്റ്റ് എന്ന് പറഞ്ഞാണ് ഡിവിഷൻ ഓപ്പറേഷൻസ് മാനേജർ ലെവൽ 9+ ലെവലിൽ വരുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിൽ തന്നെ ഏകദേശം ലെവൽ 16 വരെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. ആ ലെവൽ 16 9ന്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗസറ്റഡ് റാങ്കിൻ്റെയൊക്കെ മുകളിലേക്കാണ് പിന്നെ അത് പോകുന്നത്. ആ ഒരു റേഞ്ചിലേക്കാണ് അവിടെ വരുന്നത് ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. ഇതിലേക്കൊക്കെ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? മെറിറ്റ് ബേസ് ചെയ്ത്, എക്സ്പീരിയൻസ് ബേസ് ചെയ്ത്, സീനിയോറിറ്റി ബേസ് ചെയ്ത്, അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് എഴുതി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊമോഷൻ്റെ കാര്യം നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ കൺട്രോളർ ലെവൽ 6 എൻട്രി പോസ്റ്റ് ആണ്. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ട്രെയിനിൻ്റെ മൂവ്മെൻറ്റും ഈ പറഞ്ഞ പോലെ സേഫ്റ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന. ഡിവിഷൻ ഓഫീസിൽ ഇരുന്നുണ്ട്, കൺട്രോൾ ഓഫീസിൽ ഇരുന്നുണ്ട്. അതിനുശേഷം പിന്നെ പേ ലെവൽ 7, 8ലേക്ക് ചീഫ് കൺട്രോൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വരും. അവിടെ നമ്മൾ ഒരു ടീമിനെ ലീഡ് ചെയ്യും. ഈ സെക്ഷൻ കൺട്രോളേഴ്സിൻ്റെ ഒരു ടീമിനെ നമ്മൾ ലീഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ഓവർസീ ചെയ്യുക എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഡിവിഷൻ ഓപ്പറേഷൻസ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് വരും. അത് പേ ലെവൽ 9+ ആണ്. നമ്മുടെ സാലറി ഒക്കെ 1 lakhന് മുകളിലായിരിക്കും അവിടുത്തെ കേസിൽ നമ്മുടെ സാലറി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന സീനിയർ ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക്, ആ ഡിവിഷനിൽ തന്നെ ഹയർ റാങ്ക് പോസ്റ്റുകളിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിലെ ഫ്യൂച്ചർ പ്രൊമോഷൻസ് വഴി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം വളരെ നല്ല സാലറി സ്കെയിൽ ഓഫർ ചെയ്യുന്ന, അത്യാവശ്യം നല്ല ഫ്യൂച്ചർ ഗ്രോത്ത് ഓഫർ ചെയ്യുന്ന, അത്യാവശ്യം നല്ല പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഓഫർ ചെയ്യുന്ന, ഒരുപാട് അലവൻസുകളും ബെനിഫിറ്റ്സും ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് സെക്ഷൻ കൺട്രോളറുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. വേക്കൻസീസ് നമുക്ക് വിളിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് 119 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ. അപ്പോൾ അത് വളരെ ചെറിയൊരു വേക്കൻസി ആണ് എന്ന് തോന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കാണും. പക്ഷേ ഇത്രയും കുറവ് വേക്കൻസി ആയതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് എണ്ണവും ഡെഫിനറ്റ്ലി കുറവായിരിക്കും. ഇത് കൂടാതെ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സംഭവം നമുക്ക് വരാതിരിക്കുന്ന NTPC പോലത്തെ എക്സാംസിനും ഗ്രൂപ്പ് ഡി പോലത്തെ എക്സാംസിനും ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സെയിം സിലബസ് ആണ് അവിടെയും വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒറ്റ എക്സാമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ സ്കിൽ ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഡെഫിനറ്റ്ലി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കൊരു ടൈം പീരീഡ് വരെ കിട്ടത്തുള്ളൂ. നമുക്കറിയാം ആ ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റത്തില്ല. അപ്പം ഇത് കഴിഞ്ഞ വർഷം തൊട്ട് വിളിച്ചു തുടങ്ങിയത് പോലും. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയവർക്ക് ഒരിക്കലും അത് മിസ്സാക്കാൻ പാടില്ല. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നല്ലപോലെ അത് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി ഇതിനു വേണ്ടി അങ്ങനെ വലിയ എക്സ്പീരിയൻസോ പ്രീവിയസ് എക്സ്പീരിയൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഈ പറഞ്ഞ എക്സാം എഴുതാൻ എന്ത് മതി? ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം ഫ്രം ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിൽ എന്താ വരുന്നത്? ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം അത് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഈ പോസ്റ്റിന് ആവശ്യമുള്ള ട്രെയിനിങ് എന്ത് ചെയ്യും? അത് റെയിൽവേ തന്നെ പ്രോപ്പറായി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് റെയിൽവേ ടൈം ടു ടൈം അതിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സും ബാക്കിയുള്ള അപ്ഡേറ്റ്സും ഈ പറഞ്ഞ പോലെ ടെക്നോളജിയിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സും അതിനൊക്കെ ഉള്ള ട്രെയിനിങ് ഡെഫിനറ്റ്ലി റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെക്ഷൻ കൺട്രോളിലേക്ക് വരുമ്പോൾ അതിൻ്റെ സാലറി, അലവൻസുകൾ ആൻഡ് ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വർഷത്തെ 3ാമത്തെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നേക്കുന്ന റെയിൽവേയുടെ സൈഡിൽ നിന്ന്. ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി വരാതിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് അറിയാം, ജൂനിയർ എഞ്ചിനീയർ, പാരാമെഡിക്കൽ, അതുപോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന എക്സാംസ് ആണ് NTPCയുടെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും. അതുകൂടാതെ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ പിന്നെയും നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ റെയിൽവേ NTPC ഗ്രാജുവേറ്റിനും റെയിൽവേ NTPC അണ്ടർ ഗ്രാജുവേറ്റിനും ഈവൻ JEED എക്സാം എഴുതുന്നവർക്ക് അതിൻ്റെ ഒരു
പോർഷൻ നിങ്ങൾക്കറിയാം നോൺ ടെക്നിക്കലാണ്, അവിടെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് ഉണ്ട് ഏറ്റവും താഴെ, ആ എക്സാംസിന് യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആയി പോകത്തില്ല. ഡെഫിനറ്റ്ലി ഈ എക്സാമിന് എന്തെങ്കിലും കാരണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വിളിക്കാതിരിക്കുന്ന എക്സാംസ് നല്ലപോലെ എഴുതാൻ പറ്റും. അതുകൂടാതെ അടുത്ത വർഷം വരാതിരിക്കുന്ന എക്സാംസ് നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞില്ല 14th August ആണ്. എനി ഡിഗ്രി ആണ്, ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഏജ് ലിമിറ്റ് 20 തൊട്ട് 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സോ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ, ഇത് ആദ്യമായിട്ട് അറിയുന്നവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, മിസ്സാകരുത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഇത് കൂടാതെ ഈ ഒരു എക്സാംസിന് വേണ്ടി പഠിക്കാൻ വേണ്ടി, ലൈക്ക് റെയിൽവേയുടെ ഈ ഒരു സെക്ഷൻ കൺട്രോളിൽ മാത്രമല്ല, ഈവൻ NTPC എക്സാംസിനൊക്കെ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയുള്ള ഒരു റോഡ് മാപ്പ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു റോഡ് മാപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ ഷെഡ്യൂൾസ് അനുസരിച്ച്, നിങ്ങൾ മേ ബി വർക്കിംഗ് ആയിട്ടുള്ളവർ കാണും, കോളേജിൽ പഠിക്കുന്നവർ കാണും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് അതിനെ വെച്ചുകൊണ്ട്, ഒരു റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്ത്, നിങ്ങൾക്കൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സോ ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യുക, അതിനെ ഏറ്റവും നല്ലപോലെ യൂസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. വരുന്ന എക്സാംസ് ഏറ്റവും നല്ലപോലെ എഴുതാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെല്ലാവരും വിഷ് ചെയ്യുന്നു. ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലോ അല്ലെങ്കിൽ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാത്ത ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ച ഡിഗ്രി വെച്ച് ഏതൊക്കെ എക്സാംസ് അപ്ലൈ ചെയ്യാം, റെയിൽവേയിൽ ഈ ഒരു എക്സാം കൂടാതെ വേറെ ഏതൊക്കെ എക്സാംസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇതിന് പാരലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വേറെ എക്സാംസ് ഏതൊക്കെയാണ്, നിങ്ങൾ ഈ SSCയോ റെയിൽവേയോ എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബാച്ചസിൽ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്കൊരു ബാച്ചസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ ബാച്ചസിൽ ആപ്റ്റായിട്ടുള്ള ബാച്ചസിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും റെയിൽവേയുടെ സൈഡിൽ നിന്ന് ബാക്കി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ചാനലും ഫോളോ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്